നമ്മൾ ടിൻഡുവുമായി നേരത്തെ പങ്കുവച്ചത് മുനമ്പം വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ നിലപാടാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കത്തോലിക്ക സഭ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ അവർ വിവിധ കത്തോലിക്ക സംഘടനകളുടെയും വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയും നടത്തുന്നുണ്ട്. ടിൻഡു, വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രത്തോളം സംഘടനകൾ ഇതിൽ പങ്കെടുക്കും? അവർ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വഖഫ് അധിനിവേശത്തിനെതിരെ കൃത്യമായ ഒരു നിലപാട് തുടർന്നും സ്വീകരിക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും രോഹിണി, അത്തരത്തിലൊരു നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ബിഷപ്പ് ഹൗസിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു ശക്തമായ ഒരു നിലപാടെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കത്തോലിക്ക സഭ മേധാവികൾ എത്തുന്നത്. നമുക്കറിയാം, മുനമ്പം വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സഭ ഇതിനെ അല്ലെങ്കിൽ സഭ ഈ പ്രതിഷേധാഗ്നിക്ക് കൂട്ടുനിന്നേ മതിയാവൂ. കാരണം അല്ലെങ്കിൽ ആ പ്രതിഷേധാഗ്നിക്ക് സഭ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചേ മതിയാവൂ. കാരണം അവിടെ അനുഭവിക്കുന്നത് നമുക്കറിയാം, സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളാണ് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരോടൊപ്പം നിൽക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ സഭയുടെ മുന്നിലുള്ള ഒരു മാർഗമെന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഈ കരിനിയമം അല്ലെങ്കിൽ വഖഫ് നിയമം അല്ലെങ്കിൽ വഖഫിന്റെ അധിനിവേശം വരുമ്പോൾ മാത്രമേ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉള്ളതാണെന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതിവൈകാരികമായിട്ട് നമ്മുടെ പൂർവികരെല്ലാം ജീവിച്ചു മരിച്ച മണ്ണ് ഒരു സുപ്രഭാതത്തിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏതൊരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അപ്പോൾ ഇതിൽ അടിയന്തരമായി തന്നെ സർക്കാർ ഇടപെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ക്ഷണിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ മുനമ്പം വിഷയത്തിൽ അല്ലെങ്കിൽ ഈ മുനമ്പത്തെ ഈ ഭൂമി നഷ്ടപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വഖഫിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ്. 1950കളിൽ മുനമ്പം മേഖലയെ അല്ലെങ്കിൽ ഈ ചെറായി തുടങ്ങിയ മേഖലകളെ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തു എന്നാണ് വഖഫ് ഉന്നയിക്കുന്ന അവകാശവാദം. 2012 തന്നെ വഖഫ് ഈ മുനമ്പം ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 2012 ശേഷം 2010 ഈ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നു. വഖഫിനെതിരെ അല്ലെങ്കിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ ഭൂമികൾ കണ്ടെത്താനായിട്ട് അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് കമ്മീഷൻ രൂപീകരിക്കുന്നു. ആ കമ്മീഷൻ സമയത്ത് വന്ന വീഴ്ചയാണ് ഒരുപക്ഷെ മുനമ്പം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രതിഷേധാഗ്നിയുടെ മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അന്ന് വഖഫിന്റെ ഭൂമികൾ കണ്ടെത്താനായിട്ടാണ് അല്ലെങ്കിൽ വഖഫിന് നഷ്ടപ്പെട്ടു പോയ ഭൂമികൾ കണ്ടെത്താനായിട്ടാണ് ഇടത് സർക്കാർ ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഈ മുനമ്പം ഭൂമിയും വഖഫിൻ്റെതായിട്ട് വന്നു ചേരുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് ഒരുപക്ഷെ നീതിയുക്തമായിട്ടൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ 600ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടില്ലായിരുന്നു. ഈ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപക്ഷെ കത്തോലിക്ക സഭയും മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 75 വർഷത്തിനുള്ളിൽ മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ച നിലപാട് ഒരു പ്രദേശത്തെ ജനതയെ മുഴുവൻ ഭൂമിയില്ലാതെ ആക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ വിഷയങ്ങൾ പരിഹരിച്ച് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത അവകാശപ്പെട്ടവരുടെ ഭൂമി തിരിച്ചു വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് സഭയും ഈ കാര്യത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയും ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. 2022 റവന്യൂ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഈ ഭൂമി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ റവന്യൂ അവകാശങ്ങൾ ആദ്യം തിരികെ പിടിക്കുക, പിന്നീട് ഈ ഭൂമി അവർക്ക് തിരിച്ചു വിട്ടുക. വഖഫിന്റെ കയ്യിൽ നിന്നും ഇതുപോലുള്ള എത്രത്തോളം സാധ്യമാണ് നമ്മുടെ നാട്ടിൽ, അതിന് എത്രത്തോളം നമ്മുടെ ജനപ്രതിനിധികൾ കൂട്ടുനിൽക്കും എന്നുകൂടിയാണ് നമുക്ക് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പക്ഷേ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാടുകളെ, നിയമങ്ങളെ നമുക്ക് പ്രതീക്ഷയോടെ കാണാം, അല്ലേ? തീർച്ചയായും.